ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റിലുള്ള കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതിന് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത്, ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 4 പീസായിട്ടാണ് ഒരു മുഴുവൻ ചിക്കനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പീസായിട്ടാണ് താല്പര്യമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ ആയാലും നമുക്ക് വേവാതെ ഇരിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ചിക്കന് വെന്ത് വരും. അപ്പോൾ നമുക്ക് ചിക്കൻ സ്കിന്നോട് കൂടി താല്പര്യമുള്ളവർക്ക് മന്തിയൊക്കെ ചെയ്യുമ്പോൾ സ്കിന്നോട് കൂടി ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട് ചിക്കനിൽ. അതുപോലെ തന്നെ കത്തി എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുത്തി കൊടുക്കുമ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് തന്നെ പിടിച്ച് വരും. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചിക്കൻ വെന്ത് വരുമ്പോൾ കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇതുപോലെ കത്തിയെടുത്ത് കുത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ വലിയ കുറച്ച് വട്ടമുള്ള പാത്രം എടുക്കുക. കാരണം നമ്മുടെ ചിക്കൻ ഇതുപോലെ നന്നായിട്ടൊന്ന് നിരത്തി വെക്കാനുള്ള സ്പേസ് വേണം. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടല്ലാതെ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത്, ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയും, അതായത് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തതാണ്. 1 സ്പൂണ് കുരുമുളകും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് മിക്സിയുടെ ജാറിൽ. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരു 2 സ്പൂൺ ഉണ്ടാവും. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് ഈ ഒരു മാഗി ക്യൂബാണ്. അതായത് നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബോക്സിൻ്റെ അകത്ത് നമുക്കിതുപോലെ 2 ക്യൂബ്സ് ആയിട്ടാണ് കിട്ടുക. അതുപോലുള്ള ഞാനിവിടെ 4 ക്യൂബ്സാണ് 1 കിലോ റൈസിന് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 8 പേർക്കൊക്കെ സെർവ് ചെയ്യാനായിട്ടുള്ള റൈസ് ഉണ്ടാവും. അതുപോലെ തന്നെ ചിക്കൻ്റെ അളവ് ഇത് ഏകദേശം ഒരു 1.25 കിലോളം ചിക്കൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഈ ഒരു മാഗി ക്യൂബ് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് നമ്മളൊന്നും ചതക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസിൽ നമുക്ക് ഇതുപോലെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഈ ചിക്കനിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ഡ്രോപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 150 ml സൺഫ്ലവർ ഓയിൽ വേണം. അപ്പോൾ ഇത് നമ്മൾ ഓയിൽ കൂടുതലാണെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം നമ്മുടെ റൈസിന് കൂടിയിട്ടാണ് ഈ ഒരു ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റൈസൊക്കെ വരുമ്പോൾ ഇത് കറക്റ്റ് ആയിക്കോളും, ഓയിലിൻ്റെ കൂടുതലായിട്ടൊന്നും ഉണ്ടായില്ല. ഇനി ഇത് എല്ലാം കൂടി നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. ഇനി ഇത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ 2 മണിക്കൂർ വെക്കുക. ഇപ്പം ഞാൻ ബസ്മതി റൈസാണ്, നമുക്ക് ഈ ഒരു മന്തി റൈസ് എടുക്കാം, അല്ലെങ്കിൽ ബാസ്മതി റൈസ്, ഇതുപോലെ നീളത്തിലുള്ള അരി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന റൈസ് ഒരുപാട് അങ്ങ് ഡാർക്ക് കളറുള്ളതൊന്നുമല്ല, അതുകൊണ്ട് ഒരു അരമണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അരമണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ പച്ചവെള്ളത്തിലാണ് കുതിർക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡാർക്ക് കളറിലൊക്കെ ഉള്ളതാണെങ്കിൽ 1 മണിക്കൂറൊക്കെ നിങ്ങൾ കുതിർത്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് അരമണിക്കൂറിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അതുകൂടി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ടുള്ള വെള്ളവും കൂടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചിക്കനൊക്കെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ആ സെയിം ഓയിലിൽ കിടന്നിട്ട് തന്നെ. അതുപോലെ നമ്മുടെ ചിക്കനിൽ നിന്നും കുറച്ചൊരു ഓയിലൊക്കെ പുറത്ത് വരും. അപ്പോൾ അതിലൊക്കെ കിടന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും. നമ്മൾ ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു സമയം നമ്മൾ ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് വലിയ പീസ് ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞു പീസാണെങ്കിൽ അത്രയും സമയം എടുക്കില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ റൈസ് വേവിക്കാനായിട്ടുള്ള വെള്ളത്തിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. അതായത് ഒരു ഉണക്ക നാരങ്ങ, അതുപോലെ തന്നെ 2-3 ഏലക്കയും, ഒരു ചെറിയ പീസ് പട്ട, അതുപോലെ 2-3 ഗ്രാമ്പു. അതുപോലെ റൈസ് വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ മാഗി ക്യൂബിൽ കുറച്ച് ഉപ്പ് കൂടുതലായിട്ടുണ്ടാവും. നമ്മുടെ ചിക്കനിൽ ആവശ്യത്തിനേക്കാളും കുറച്ച് കൂടുതലുണ്ടാവും, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കാരണം നമ്മൾ മന്തി റൈസിൽ സാധാരണ ഇങ്ങനെ സ്പൈസസ് ഒന്നും കാണാറില്ല.
അപ്പോൾ അതിൻ്റെ കണ്ടില്ലേ വെള്ളമൊക്കെ നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ സ്പൈസസ് ഒക്കെ കിടന്ന് നന്നായിട്ട് തിളച്ചതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 90% ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അരി വേവിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം അതിലുണ്ടായിരിക്കണം. നന്നായിട്ട് തന്നെ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് അതുപോലെ വലിയ പാത്രമായിരിക്കണം. കാരണം നമ്മുടെ ഈ ഒരു ടൈപ്പ് റൈസൊക്കെ നന്നായിട്ട് തന്നെ വലുതായിട്ട് വരും. ഒരുപാട് റൈസ് ഉണ്ടാവും കുക്ക് ചെയ്ത് വരുന്ന സമയത്ത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ചൂടുവെള്ളം, അഥവാ നിങ്ങൾ വെള്ളം കുറവാണെങ്കിൽ പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ടില്ലേ, ഇതുപോലെ വെന്ത് വന്നു കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഗീ റൈസ് ചെയ്യുന്ന പോലെയല്ല. അപ്പോൾ ഇതിപ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്ക് ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കനിൻ്റെ ഈ ഒരു ഓയിൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ കുറച്ച് ഓയിൽ മാറ്റി വെക്കുന്നുണ്ട്. കാരണം നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപ്പുണ്ടാവും. കാരണം നമ്മുടെ മാഗി ക്യൂബിൽ നന്നായിട്ട് ഉപ്പുണ്ട്. അപ്പോൾ അതിന് കണക്കായിട്ട് വേണം നമ്മൾ ചോറിൽ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് 2 പീസ് ഞാനിപ്പോൾ മാറ്റി വെക്കുന്നുണ്ട്. മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാനാണ്. അതുപോലെ 2 പീസ് താഴത്ത് വരുന്ന രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് താഴത്ത് വരുന്ന രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 പീസ് മാറ്റി വെച്ചിട്ടാണ് ഇതിലേക്ക് റൈസ് ചേർത്ത് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു പ്രഷർ കുക്കറിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഴിമന്തിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല നല്ല ഫീഡ്ബാക്കൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇതിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയുള്ള ഒരു മന്തിയാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. കാണാത്തവർ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓയിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് കാണാനും കുറച്ചുകൂടി ആ ഒരു മന്തീൻ്റെ കറക്റ്റ് ആ ഒരു കളറൊക്കെ വരും. അപ്പോൾ ഞാനിതിൽ ചേർത്ത് കൊടുത്തില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പച്ചമുളക് ഇതുപോലെ ഒന്ന് നടുകിൽ ചെറുതായിട്ടൊന്ന് കീറിയെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും മുളകിൻ്റെത് നമ്മുടെ ചോറിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ദം ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കൻ പീസ് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാർക്കോൾ ഉണ്ടെങ്കിൽ കത്തിച്ചിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് വെക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചിരട്ട കത്തിച്ചിട്ടാണ് വെച്ച് കൊടുത്തത്. എന്നിട്ട് കുറച്ച് ഓയിൽ പെട്ടെന്ന് തന്നെ ഒഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് മൂടി വെക്കുക. അപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവർ വരും നമ്മുടെ റൈസിനും ചിക്കനൊക്കെ. ഇതിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഞാൻ ഓപ്പൺ ചെയ്തതാണ്. ഇപ്പോൾ നല്ലൊരു നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ. ഇനി ഇത് സെർവ് ചെയ്യുന്ന രീതി കൂടി കാണിച്ചു തരാം. ഇതുപോലെ ചിക്കൻ പീസ് മാറ്റി വെച്ചിട്ട് നമുക്ക് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം അടിയിലായിരിക്കും അതിൻ്റെ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മൾ അടിയിലാണല്ലോ അതിൻ്റെ ഒരു മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ അടിയിലത്തെ റൈസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ സെർവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സൈഡായിട്ട് കഴിക്കുന്ന ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്യുന്ന മന്തി റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മന്തി സോസ് കൂടി ആ ഒരു സൈഡായിട്ട് വരുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുക, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോക്ക് താഴെ ഇതുപോലെ ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണിൽ 3 ഓപ്ഷൻസ് കാണാം. അതിന് മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.